തിരുവനന്തപുരത്ത് ബ്രെഡ് ഫോർട്ടിൽ മാത്രം കിട്ടുന്ന ഓസ്ട്രേലിയൻ ചോക്ലേറ്റ് കേക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. തിരുവനന്തപുരത്ത് താമസം മാറിപ്പോയ ഒരാളുടെ റിക്വസ്റ്റ് പ്രകാരമാട്ടോ ഉണ്ടാക്കുന്നത്. അവർക്ക് ഇത് കഴിക്കാനായിട്ട് കൊതിയാവുന്നു, വേറെ എവിടെയും കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്, നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്, ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു കേക്കാണ്. ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ്. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ മിക്സിയിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. ഇത് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് എല്ലാ കേക്കും പോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 1 കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വെക്കാം. ഒറ്റ പ്രാവശ്യം അരിച്ചാൽ മതി. നമ്മൾ എടുക്കുന്നത് 6 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ്. സ്ക്വയറാണ് എടുക്കുന്നത്, ഏതായാലും കുഴപ്പമില്ല. ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ തൂകിയിട്ട് അതൊന്ന് തട്ടി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. നമ്മുടെ സാധാരണ അലൂമിനിയം പാത്രമാണ്, അത് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. നടുക്കൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ്. ഓവനാണെങ്കിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പൊടിച്ച പഞ്ചസാരയിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഇനി നമ്മൾ ചേർക്കുന്നത് തൈരാണ്, 1/4 കപ്പ് തൈര്. ഞാൻ ഈ ഒരു പാക്കറ്റാണ് കേട്ടോ തൈര് എടുക്കുന്നത്, മിൽമയുടെ എലൈറ്റ് കേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള തൈര്. ഇതാകുമ്പോൾ അധികം പുളി ഉണ്ടാവില്ല. ഇപ്പോൾ കേട് അലർജി ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് പകരം 1 മുട്ടയും കൂടെ ചേർക്കാം. പക്ഷേ ഈ ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ വരുന്നത്. പിന്നെ അതുപോലെ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഒരു 1/4 കപ്പും കൂടെ തൈര് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. പുളിയില്ലാത്ത തൈര് എടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസെൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടങ്ങ് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു മിനിറ്റൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ചൂടായി പോവാതെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ലോ ഓയിലിട്ടിട്ട് ഒരു 30 സെക്കൻഡ് അടിച്ചാൽ മതി. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം. അതൊന്നുകൂടെ അരിച്ചിട്ട് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരുപാട് കുത്തി ഒന്നും ഇളക്കണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കൊരു പാനിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 25 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. 25 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം 100 ഗ്രാമിൻ്റെ പാക്കറ്റില്ലേ, അതിൻ്റെ ഒരു 4/1 ഭാഗം, പകുതിൻ്റെയും പകുതി എടുത്തിരുന്നാൽ മതി. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പം തിളയ്ക്കുന്ന ഒരു പരിവായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ബട്ടർ മെൽട്ടായിട്ടുണ്ട്. ഇത് മതി. ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടായിരിക്കണം, നല്ല ആവിയൊക്കെ നന്നായിട്ട് പറക്കണം. അതാണ് പരിവ്. നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മുടെ ബാറ്ററിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും ആ ചൂടുള്ള പാല് എത്തത്തക്ക വിധത്തിൽ ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ മഡ് കേക്കാണ്. ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മഡ് കേക്ക്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഐ ബട്ടണിലെ മഡ് കേക്കിൻ്റെ റെസിപ്പി വരും, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ മഡ് കേക്ക്. അപ്പോൾ ആ ഉണ്ടാക്കിയ കേക്കിൻ്റെ 1/4 ഭാഗമാണിത്. ഇത്രയും നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ട. ഇതിൻ്റെ പകുതി മതി. അതായത് ആ ഒരു കേക്കിൻ്റെ 1/8 പോർഷനാണ് നമ്മൾ ഈ ഒരു ഓസ്ട്രേലിയൻ ചോക്ലേറ്റ് കേക്കിന് എടുക്കുന്നത്. ഇപ്പോൾ സെയിൽ ചെയ്യേണ്ടവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് എത്രയാണെന്ന് പറയാം. 60 ഗ്രാം ഉണ്ട് കേട്ടോ. ഇത് മതി. ഇപ്പോൾ ആ ഒരു മഡ് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു 8 ഓസ്ട്രേലിയൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ശരിക്കും ഈ ഒരു കേക്ക് എനിക്കറിയില്ലായിരുന്നു ഈ ഒരു കേക്കിനെ പറ്റിയിട്ട്. അപ്പോൾ ഒരു ട്രിവാൻഡ്രത്തുനിന്ന് സ്ഥലം മാറി വേറെ ഏതോ കൺട്രിയിലേക്ക് പോയ ഒരാൾ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അവർക്കിപ്പോൾ ഈ ഒരു കേക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അതൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരണമെന്നുണ്ട്. കുറേ മുമ്പ് ചോദിച്ചതായിരുന്നു. അപ്പം അന്ന് ആ ഒരു ഇടയ്ക്ക് ഞാൻ ഷോപ്പിൽ പോയി വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് തന്നെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. പക്ഷെ അന്ന് ഞാനിങ്ങനെ പല പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ശരിയായില്ല. എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടുന്നതെന്ന് ഒരു പിടി കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഓറിയോ ബിസ്ക്കറ്റൊക്കെ പൊടിച്ചൊക്കെ ഇട്ട് നോക്കിയിട്ടൊക്കെ ഒന്നും ശരിയായില്ല, എല്ലാം കൂടെ കലങ്ങി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു മഡ് കേക്ക് ഉണ്ടാക്കി പൊടിച്ച സമയത്താണ് ഇങ്ങനെ ഒന്ന് ചെയ്യാം എന്നൊരു തോന്നൽ വന്നത്. അപ്പോഴാണ് അത് ചെയ്ത് നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അങ്ങനെയാണ് ഈ ഒരു കേക്കിലേക്ക് എത്തിയത്. പിന്നെ സാധാരണ കേക്ക് പോലെയല്ല, എക്സ്ട്രാ മോയിസ്റ്റ് ആണ്, എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കുമാണത്.
പലരും പല റെസിപ്പിയും ആവശ്യപ്പെടാറുണ്ട്. പലതും എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇടാൻ തോന്നില്ലല്ലോ. അങ്ങനെയാണ് പല റെസിപ്പി ഇടാതിരിക്കുന്നത് കേട്ടോ. പലരും പിണങ്ങാറൊക്കെ ഉണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി ഇടാനായിട്ട് എനിക്ക് തോന്നുകയില്ല. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ തന്നെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഈ ബാറ്ററിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് എടുക്കുന്നത് ജാതിക്കയാണ്. മസാലയിലൊക്കെ ഉണ്ടാകുന്ന ജാതിക്കയില്ലേ, അത് നമുക്കൊന്ന് കുത്തി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ കാമ്പൊന്നെടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത്, ഒരു പിഞ്ച് മാത്രം ഇതിൻ്റെ പൊടി മതി, അതൊന്ന് ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പതുക്കെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നുള്ളു മതി. വലിയ കഷ്ണങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇടരുത്. തരിതരിയായിട്ടുള്ള പൊടി മാത്രമേ എടുക്കാവുള്ളൂ. നമുക്ക് ഒരു നുള്ളു ജാതിക്കയുടെ പൊടിയില്ലേ, അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് സമയത്ത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. രണ്ടിലേക്ക് ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും ഈ ഒരു തരിതരാന്നുള്ള ഒരു ടെക്സ്ചറിലാണ് കേക്ക് ഇരിക്കുന്നത്. ഇതെങ്ങനെ കിട്ടുമെന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവസാനം പിടി കിട്ടി. സാധാരണ കേക്ക് പൊടിച്ചാൽ ഈ ഒരു ഇതിൽ ടെക്സ്ചറിൽ കിട്ടില്ല കേട്ടോ. മഡ് കേക്ക് ആകുമ്പോഴാണ് ഇതുപോലെ നല്ല എന്താ പറയുക, മൺതരി പോലെ തരിതരാന്ന് കിട്ടും. അപ്പോൾ അതാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. സാധാരണ ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഒരു സ്ക്യൂർ വെച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ബേബി കാഷ്യൂസോ അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് തരിതരാന്ന് പൊടിച്ചതും വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ആ ഷോപ്പിൽ അങ്ങനെയൊന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതാണല്ലോ. അപ്പോഴത്തേക്കും ബാറ്ററൊക്കെ നമ്മുടെ റെഡി ആയിട്ട് കിട്ടും. നമുക്ക് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 30 തൊട്ട് 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 to 35 മിനിറ്റ്സ് വെച്ചിരുന്നാൽ മതിയാകും. ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ കൂടുതൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് കറക്റ്റ് 35 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. കേക്കിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാണുമ്പോൾ ലുക്കൊക്കെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കുമ്പം അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക. പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. തീ കൂടുതലാണെങ്കിൽ ലോയിലേക്ക് ആക്കി കൊടുത്താൽ മതി. നമ്മൾ തുണിയിട്ട് മൂടി വെച്ചിരുന്നതാണ് കേട്ടോ. പ്ലേറ്റ് ഒന്നും വെച്ച് അടച്ചു വെക്കരുത്, ആവിവെള്ളം വീഴും. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. കത്തി സൈഡിൽ കൂടെ ഒന്ന് ഓടിച്ച് ഒന്ന് തട്ടിക്കൊടുത്താൽ അടിപൊളി, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും കേക്കിൻ്റെ ഈ അടിഭാഗമാണ് കുറച്ചും കൂടെ കാണാൻ ഒരു ഭംഗി, ഡാർക്ക് കളറൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടിഭാഗം മുകളിലായിട്ട് വെക്കുകയാണ്. പക്ഷേ ഷോപ്പിൽ ഇതേപോലെ തന്നെയാണ് കേട്ടോ. അധികം കളറൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഉണ്ടാക്കിയ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഓവനിലാണെങ്കിൽ പോലും വാങ്ങിച്ചവർക്ക് അറിയായിരിക്കും. പക്ഷെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെയാണ് ഭംഗി. ഞാൻ കട്ട് ചെയ്യാനേ. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ സൈഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ തിരിച്ച് വെച്ച് നീളത്തിലിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല ഭംഗിയാട്ടോ ഇത് കാണാനായിട്ട്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്ചറാണുള്ളത്. ഇങ്ങനെ ഒരു രണ്ടും കൂടെ ഇടകലർന്ന ഒരു കളറാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രൗൺ കളർ ഇങ്ങനെ സ്പോട്ട്സ് ആയിട്ട് ഉണ്ടാവും. നമുക്ക് മൊത്തം 12 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് മൊത്തത്തിൽ 1/2 കിലോ വരുന്ന കേക്കാണ്. പ്ലേറ്റിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു പീസ് എടുത്ത് കാണിക്കാം. ഉണ്ടല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇങ്ങനെ ഭയങ്കര സ്പോഞ്ചി ആയിട്ടല്ല ഉണ്ടാവുക, നല്ല എക്സ്ട്രാ മോയിസ്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു കേക്ക് ഉണ്ടാവുക. ശരിക്കും ഇത് ആ കടയിലത്തെ പോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു 100% അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് അവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള റെസിപ്പി ആയിരിക്കില്ലേ. അപ്പം ഞാൻ ഏകദേശം ആ ഒരു കേക്കിനോട് നീതി പുലർത്താൻ പറ്റിയെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. കണ്ട അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മോയിസ്റ്റാണ്, എക്സ്ട്രാ മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കഴിച്ചവർക്ക് അറിയായിരിക്കും ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്. അടിപൊളിയാണ്. ശരിക്കും കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ട്രിവാൻഡ്രത്ത് മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒരു കേക്കാണ് ഈ ഒരു ഓസ്ട്രേലിയൻ ചോക്ലേറ്റ് കേക്ക്. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ പോലും ഉണ്ടാവില്ലായിരിക്കും. എങ്ങനെയാണ് ഈ പേര് വന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ സംഭവം കിടുവാണ്. പിന്നെ ഒരു കേക്ക് ഇന്ന് കഴിക്കുന്നതിലും ഏറ്റവും ടേസ്റ്റ് നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ സെയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഉണ്ടാക്കി അന്ന് കൊടുക്കാതെ പിറ്റേ ദിവസം കൊടുക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അപ്പോഴാണ് ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. ഇന്ന് കഴിച്ചാലും നല്ലതൊക്കെ തന്നെയാണ്. ഒരു 3 to 4 days വരെയൊക്കെ പുറത്തിരുന്നോളും. അല്ലെങ്കിൽ കൂടുതൽ ദിവസം വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. മഡ് കേക്ക് ആണെങ്കിലും അതേപോലെ തന്നെ 2-3 ദിവസത്തേക്ക് പുറത്ത് വെക്കാം. കൂടുതൽ ദിവസം വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഓസ്ട്രേലിയൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.